രശ്മി മാം, Rita മാം, ready അല്ലേ? Yes, ma'am. Okay, so shall we start? Yes, begin. Okay, ma'am. Start ചെയ്യാനാണ് ma'am. Yes ma'am, start ചെയ്തോളൂ. Hello, good evening all. ഞാൻ പ്രീത, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ആണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ പരിവർത്തൻ എന്ന സ്ഥാപനത്തിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായും ടീംസ് ഗൈഡായും പ്രവർത്തിച്ചു വരുന്നു. എന്റെ റിട്ടയർമെന്റിന് ശേഷമാണ് ഞാൻ സൈക്കോളജിയിൽ ഡിപ്ലോമയും അതുപോലെ PGയും ചെയ്തത്. ഞാൻ വിംബിൾ അക്കാദമിയിൽ എത്തിപ്പെടാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാല് എന്റെ സുഹൃത്തും ഇപ്പോൾ എന്റെ ബാച്ച്മേറ്റുമായ, എന്റെ ബാച്ച് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ വിംബിൾ അക്കാദമിയില് ട്രെയിനേഴ്സ് പ്രോഗ്രാമിലെ 25th ബാച്ചിലെ ട്രെയിനിയാണ്. ഇപ്പോൾ എന്റെ ബാച്ച്മേറ്റുമായിട്ടുള്ള സുഗന്ധി മാമിന്റെ റെക്കമെൻഡേഷനിലൂടെയാണ് ഞാൻ വിംബിൾ അക്കാദമിയിൽ എത്തിച്ചേർന്നത്. അത് വളരെ നല്ല ഒരു അതിൽ ചേരാനുള്ള തീരുമാനം വളരെ നന്നായിരുന്നു എന്ന് തോന്നുന്നു. നമുക്കറിയാം, എല്ലാ മേഖലയിലും എന്നതുപോലെ, അല്ലെങ്കിൽ സൈക്കോളജിയിൽ പ്രത്യേകിച്ചും വലിയ അപ്ഡേഷനും അതുപോലെ തന്നെ പ്രൊഫഷൻസിയും അത്യാവശ്യമാണ്. വിംബിൾ അക്കാദമി ഈ മേഖലയിൽ ലോങ് ടേം അടിസ്ഥാനത്തിലുള്ളതും അതുപോലെ ഷോർട്ട് ടേം അടിസ്ഥാനത്തിലുള്ളതുമായ ധാരാളം ട്രെയിനിങ്സ്, പ്രത്യേകിച്ചിട്ട് കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ് മേഖലയിലെല്ലാം ഇന്നോവേറ്റീവായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ട്രെയിനിങ്ങുകളും അതുപോലെ വെബിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പ്രത്യേകം അവരുടെ സേവനങ്ങൾ വളരെ മാതൃകാപരമാണ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ വിംബിൾ അക്കാദമിയുടെ ഡയറക്ടർ ശ്രീ ഫൈസൽ സാർ, അതുപോലെ അക്കാഡമിഷ്യൻ അർച്ചന മാം, ഇവരൊക്കെ ഏത് സമയവും നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. അതുപോലെ ഇവരൊക്കെ വളരെ അവൈലബിൾ ആണ്, 24/7 ടൈമിലും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ വളരെ സപ്പോർട്ടീവാണ്, നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സീനിയർ ബാച്ചിന്റെ പോലും വെബിനാർ പ്രസന്റേഷനിൽ നമുക്ക് ഇൻട്രോ പറയാനുള്ള അവസരം പോലും ലഭ്യമാകുന്നത്. ഇന്ന് നമ്മളൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ സീനിയർ ബാച്ചായ ട്രെയിൻ ദ ട്രെയിനേഴ്സ് പ്രോഗ്രാമിന്റെ 24th ബാച്ചായ പാർട്ടിസിപ്പൻസിന്റെ 1 hour വെബിനാർ സംബന്ധിക്കാൻ വേണ്ടിയാണ്. ഇന്നിവിടെ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് ശ്രീമതി രശ്മി മാം ആണ്. മാം ഒരു നല്ല എഡ്യൂക്കേറ്റർ ആണ്, അതുപോലെ തന്നെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ഒരു അഡോൾസെന്റ് മെന്ററും കൂടിയാണ്. മാം ആദ്യകാലത്ത് വിദേശത്തായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴവർ എറണാകുളം ജില്ലയിലെ കാക്കനാടിൽ ആണ് താമസിക്കുന്നത്. ഹസ്ബൻഡും 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് മാമിന്റെ ഫാമിലി. മാമിന്റെ ടോപ്പിക് the impact of maternal occupation on child growth. The impact of maternal occupation on child growth എന്നതാണ്. അപ്പൊ മാമിന്റെ ഈ ടോപ്പിക്കിന്റെ ആശയങ്ങൾ നല്ല രീതിയിൽ ഓഡിയൻസുമായി കൺവേ ചെയ്യാൻ ആശംസിക്കുന്നു. അപ്പൊ എന്റെ ഈ പ്രോഗ്രാമിൽ എന്റെ റോൾ എന്നത് പാർട്ടിസിപ്പൻസിനെ ഇൻട്രോ പറയുക എന്നുള്ളതാണ്. മാമിനെ ഇൻട്രോ പറയുക, അതോടൊപ്പം തന്നെ ഇതിലെത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ്. അപ്പൊ ഞാൻ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം രശ്മി മാമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വെബിനാറിൽ പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. രശ്മി മാം ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു പ്രീതമ്മ. ആദ്യമേ തന്നെ മാമിന് ഇത്ര നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങട്ടെ. നമ്മുടെ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന
വിംബിൾ അക്കാദമിയോടും അതിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. അതേപോലെ നമ്മുടെ ശരികളും തെറ്റുകളും നമുക്ക് എപ്പോഴും കാട്ടിത്തരുന്ന, നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്ന അർച്ചന മാമിനും ഫൈസൽ സാറിനും നന്ദി പറഞ്ഞാൽ അധികപ്പറ്റാകുമോ എന്ന് എനിക്കൊരു സംശയം. അത്രയും അധികം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നറിയാം. അതേപോലെ എനിക്ക് നന്ദി പറയാനുള്ള മറ്റൊരു കൂട്ടര് എന്റെ ബാച്ച്മേറ്റ്സ്. നമ്മൾ തളരുമ്പോഴും ഒക്കെ നമുക്ക് താങ്ങായി, നമുക്ക് എപ്പോഴും കൂട്ടായി നിൽക്കുന്നു, നമുക്ക് ധൈര്യം പകർന്നു തന്ന ആ ബാച്ചാണ് ശരിക്കും പറഞ്ഞാല് എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന സബ്ജക്റ്റ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇമ്പാക്ട് ഓഫ് മെറ്റേണൽ ഒക്യുപ്പേഷൻ ഓൺ ചൈൽഡ് ഗ്രോത്ത്. നമുക്കറിയാം, ഈ പേരന്റിങ് എല്ലാവരും എപ്പോഴും പറയുന്നതും എപ്പോഴും പയറ്റുന്നതും എന്നാൽ എപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതുമായ ഒരു ഫീൽഡാണ് ഈ പേരന്റിങ്. എല്ലാവർക്കും അതിന്റെ 100% സക്സസിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എവിടെയൊക്കെയോ നമുക്ക് പാടിപ്പോകുന്നു. ഇവിടെ ഞാനൊരു ടീച്ചറാണ്. 10-22 വർഷത്തോളം ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്തു. അപ്പൊ കുറേ കുട്ടികളെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്നത് ഒരേ സിലബസ്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരേ നല്ല കാര്യങ്ങൾ, പക്ഷെ ഈ കുട്ടികള് അവരുടെ പെർഫോമൻസ് പലതരത്തില് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നിരിക്കുന്നത്? ഒരേ ടീച്ചറാണ് പഠിപ്പിക്കുന്നത്, ഒരേ സിലബസ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവരുടെ ഗ്രോത്തിനെ, ഇവരുടെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. അപ്പൊ അതിലിങ്ങനെ ഓരോന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാനൊരു ടീച്ചറാണ്. എന്റെ ഒക്യുപ്പേഷൻ കൊണ്ട് എന്റെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഞാൻ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന്. ഇതേപോലെ തന്നെ ഞാൻ ചിന്തിച്ചു. ഈ മെറ്റേണൽ ഒക്യുപ്പേഷനെ കുറിച്ച് ചിന്തിക്കാൻ കാരണം ഞാനൊരു അമ്മയായതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ അമ്മയാകുമ്പോൾ ഇതിനെ ഒരു ശില്പിയുടെ ചാരുതയോട് ഞാനൊന്ന് കമ്പയർ ചെയ്യുകയാണ്. ഒരു ശില്പി ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ ആദ്യം അതിനെക്കുറിച്ച് സ്വപ്നം കാണും, അതെങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യും, അതിനു വേണ്ട സ്കില്ല് തനിക്കുണ്ടോ എന്നൊന്ന് സ്വയം ഒന്ന് ഇവാലുവേഷൻ ചെയ്യും, അതിനു വേണ്ട സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കും, എന്നിട്ട് നല്ലൊരു ശില്പം കൊത്തിയെടുക്കും. ആ ശില്പത്തിന്റെ ചാരുത എന്ന് പറയുന്നത് ആ പ്ലാനിങ്ങിലും ആ സ്വപ്നത്തിലുമൊക്കെയാണ്. പക്ഷെ ഒരു മനുഷ്യൻ ജന്മം രൂപപ്പെടുമ്പോൾ ഈ പ്ലാനിങ്ങും ഈ സ്വപ്നവും ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് എപ്പോഴും സംശയം തോന്നാറുണ്ട്. ഒരു അമ്മയാകാൻ തയ്യാറെടുക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുമ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒരു 80% കേസിലും അത് സംഭവിച്ചു പോകുന്നതാണ്. സ്വപ്നം കണ്ട് പ്ലാൻ ചെയ്ത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുമ്പോൾ അതിൻ്റെ വളർച്ചയുടെ ഏറ്റവും നല്ലൊരു സാഹചര്യം മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടാറുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും സംഭവിക്കാറില്ല. ശരിക്കും പറഞ്ഞാല് ഒരു അമ്മയാകാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി നല്ലൊരു പ്ലാനിങ്ങും നല്ലൊരു സ്വപ്നവും തൻ്റെ കുഞ്ഞിനെ കുറിച്ച് നല്ലൊരു സ്വപ്നവും പ്ലാനിങ്ങും ഒക്കെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മെറ്റേണൽ ഒക്യുപ്പേഷൻ തിരഞ്ഞെടുത്തത്. കാരണം അമ്മയ്ക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് സ്കൂൾ കഴിഞ്ഞ് ഓടിയെത്തുമ്പോൾ എൻ്റെ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല, അമ്മ ജോലിക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു, അമ്മമാർക്ക് ജോലി ഇല്ലാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, എന്നെ കാത്തിരിക്കാൻ, എൻ്റെ കൂട്ടുകാരുടെ പോലെ എന്നെ കാത്തിരിക്കാൻ ഒരു അമ്മയും
എനിക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി തരാൻ, എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കി തരാൻ ഒരാൾ വീട്ടിലുണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ കൊതിച്ചിരുന്നു. പക്ഷെ എന്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞപ്പോൾ എന്നോട് വീട്ടിലിരുന്നോ, എന്റെ മക്കളെ നോക്കിയിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്റെ മനസ്സ് തയ്യാറായിരുന്നില്ല. കാരണം നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചു വെച്ചത് പഠിക്കുക, പഠിച്ചൊരു ജോലി കിട്ടുക, അങ്ങനെ ആവുമ്പോഴേ ഒരു സ്ത്രീ അവരുടെ ജീവിതം ഒരു വിജയത്തിലേക്ക്, ഒരു സക്സസ് ആണെന്ന് പറയാൻ പറ്റൂ എന്നൊരു തോന്നൽ എവിടെയോ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ വന്നുപെടുന്നതാണ് നമ്മുടെ കുഞ്ഞുമക്കൾ. അവരുടെ വളർച്ചയ്ക്ക് പല ഘട്ടങ്ങളുണ്ട്. നമുക്കറിയാം, ഫിസിക്കലി അവർ ഡെവലപ്പ് ചെയ്യും, ഇമോഷണലി ഡെവലപ്പ് ചെയ്യും, സോഷ്യലി ഡെവലപ്പ് ചെയ്യും. ഇവിടെയൊക്കെ ഒത്തിരി ഒത്തിരി ഘടകങ്ങൾ അവരെ ബാധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ 4 ആൾക്കാരുടെ പേര് പറയാം. അതില് ഒരാളുടെ അമ്മ മജിസ്ട്രേറ്റ് ആണ്. പേര് കേട്ടിട്ട് നിങ്ങൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം ആരുടെ അമ്മയാണ് മജിസ്ട്രേറ്റ്. ഒന്ന് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ APJ അബ്ദുൽ കലാം. രണ്ടാമത്തേത് ഷാറുഖ് ഖാൻ, ഫിലിം ആക്ടർ ഷാറുഖ് ഖാൻ എല്ലാവർക്കും അറിയാം. മൂന്നാമത്തേത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാലാമതായിട്ട് സ്ത്രീകളുടെ പക്ഷത്തുനിന്ന് ഒരാളിരിക്കട്ടെ, കൽപ്പന ചൗള. ഒന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റുമോ, ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാമോ, ആരുടെ അമ്മയായിരിക്കും? ഫസ്റ്റ് വൺ APJ അബ്ദുൽ കലാം, സെക്കൻഡ് വൺ ഷാറുഖ് ഖാൻ, തേർഡ് വൺ നരേന്ദ്രമോദി, ഫോർത്ത് വൺ കൽപ്പന ചൗള. ഇതിലൊരാളുടെ അമ്മ മജിസ്ട്രേറ്റ് ആണ്. കൽപ്പന ചൗള. വേറെ ആരെങ്കിലും? ഒരാൻസർ ആണ് കിട്ടിയിരിക്കുന്നത്, കൽപ്പന ചൗള. എന്നാൽ കൽപ്പന ചൗളയല്ല, അത് ഷാറൂഖ് ഖാനാണ്. ഷാറൂഖ് ഖാന്റെ അമ്മയാണ് മജിസ്ട്രേറ്റ്. മറ്റു 3 പേരുടെയും അമ്മമാര് ഹോം മേക്കേഴ്സ് ആയിരുന്നു. ഇവിടെയാണ് എന്റെ സങ്കല്പം തെറ്റിപ്പോകുന്നത്. ഞാൻ പറഞ്ഞു, എന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ പരിപാലിക്കാൻ, എനിക്ക് വേണ്ട സമയം തന്ന് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഹോം മേക്കർ ആയിരുന്നു എന്റെ അമ്മയെങ്കിൽ എനിക്ക് കൂടുതൽ സമയം കിട്ടുമായിരുന്നു. ഇവിടെ ഷാറൂഖ് ഖാന്റെ അമ്മ മജിസ്ട്രേറ്റ് ആണ്, റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. അത് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണോ ഷാറൂഖ് ഖാൻ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ട് ഇത്രയും സക്സസ്ഫുൾ ആയത്? അതോ അബ്ദുൽ കലാമിന്റെയും നരേന്ദ്രമോദിയുടെയും അമ്മയൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചത് കൊണ്ടാണോ അവർ ഇത്രയും സക്സസ്ഫുൾ ആയത്? നമുക്കറിയാം, ഈ പേരന്റിങ്ങില്, ഈ കുട്ടികളുടെ വളർച്ചയിൽ പല ഘടകങ്ങളുണ്ട്. അതിന് ഒരു ചെറിയ ഘടകം മാത്രമാണ് പേരന്റിങ്. നമുക്കറിയാം, ഒരു ഹോം മേക്കർ ആണെങ്കിൽ ഇഷ്ടം പോലെ സമയം കിട്ടുമെന്ന് നമ്മൾ പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ വീട്ടില് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയമേ കിട്ടുന്നുള്ളൂ. പക്ഷെ ഈ ഹോം മേക്കർ ആയ അമ്മയ്ക്ക് കുട്ടിയോട് അടുത്തിരുന്ന് കുട്ടിയുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ചെയ്യുവാൻ ചിലപ്പോൾ മറ്റ് എക്സ്റ്റേണൽ പ്രഷേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈസി ആയിട്ട് പറ്റും. ഒരു ഡോക്ടറോ ഒരു നേഴ്സോ ആയ അമ്മയ്ക്കും നീണ്ട ഒരു ബിസി ഷെഡ്യൂൾ കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ കുട്ടിയുമായിട്ട് ചെലവഴിക്കാൻ ചിലപ്പോൾ വളരെ കുറച്ച് സമയം കിട്ടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മെറ്റേണൽ ഒക്യുപ്പേഷന് ഈ കുട്ടിക്ക് 2 തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്. പോസിറ്റീവ് ഇമ്പാക്ട്സ് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഡോക്ടറായിട്ടുള്ള അമ്മയുണ്ടെങ്കിൽ കുട്ടിക്ക് എപ്പോഴും അമ്മയ്ക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. ഇത് കുട്ടിയുടെ കോൺഫിഡൻസിനെ ചിലപ്പോൾ കൂട്ടും. അതേപോലെ തന്നെ അമ്മ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നത് കണ്ടാണ് കുട്ടി വളരുന്നത്. അപ്പൊ
സോഷ്യലി അവന്റെ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുക. അവനും ഇങ്ങനെയുള്ള എമ്പതി, അവന്റെ ഇമോഷൻസ് ഒക്കെ അത് ഡെവലപ്പ് ചെയ്യും. ഇത് കണ്ടുപഠിക്കുന്നത്. ഒരു ടീച്ചറായ ഒരു അമ്മയുടെ കുട്ടി ചെറുപ്പം മുതലേ എന്ത് ചെയ്യും? ഈ പഠിക്കുന്നത് എങ്ങനെയാണെന്നായിരിക്കും അമ്മ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടാകാം, ഈ ചെറിയ പ്രായത്തില് കുട്ടി നന്നായിട്ട് പഠിക്കും. വലുതാകുമ്പോൾ ചില കുട്ടികൾ, അതായത് നമുക്കറിയാം ഈ കുട്ടികളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ ഒരു അഡോളസൻസ് ഏജിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും അവന്റെ ഐഡന്റിറ്റി രൂപപ്പെടും. ആ സമയം അവന്റെ ഇഷ്ടങ്ങൾ പുറത്തേക്ക് വരും. അപ്പോ ചിലപ്പം അവൻ ഡീവിയേറ്റ് ചെയ്ത് പോയേക്കാം. എന്നാലും ടീച്ചേഴ്സിന്റെ മക്കള് സാധാരണ കാണുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ പഠിക്കാം, എഡ്യൂക്കേഷൻ ലെവലിലേക്ക് എങ്ങനെ വരാം എന്ന് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് ബിസിനസ്മാന്റെ ഒരു അമ്മ, ബിസിനസ് ചെയ്യുന്ന ഒരു അമ്മയാണെങ്കിൽ കുട്ടികൾ കാണുന്നത് എന്താ? അമ്മ കുറേ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നത് കാണുന്നുണ്ട്. അതിൽ നിന്ന് അവൻ നോക്കി പഠിക്കും. കുട്ടികൾ പഠിക്കുന്നത് സാധാരണ ഒബ്സർവേഷൻ, നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒബ്സർവേഷനിൽ കൂടെ പഠിക്കും. അപ്പൊ അമ്മ എങ്ങനെയാണ് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നത്, അമ്മ എങ്ങനെയാണ് ആ പൈസ ഹാൻഡിൽ ചെയ്യുന്നത്, ഇതൊക്കെ കുട്ടി കണ്ടുപഠിക്കും. ഈ ഒബ്സർവേഷന്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മൂത്ത മകള് UKG കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ഇങ്ങനെ പോയി. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ചോദിച്ചു, എങ്ങനെയുണ്ട് ടീച്ചർ? കാരണം നമ്മുടെ ഫസ്റ്റ് കുട്ടിയാണല്ലോ. ഫസ്റ്റ് കുട്ടിയാകുമ്പോൾ നമ്മളിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചറിയാനായിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? അപ്പം ഒന്നും പറഞ്ഞില്ല, ചെറിയ കുട്ടിയല്ലേ. ഞാൻ നോക്കുമ്പോൾ വീട്ടിലുള്ള ബോർഡില് ആള് ടീച്ചറായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യാണ്. ആക്ട് ചെയ്യുമ്പോൾ ഈ ബാക്ക് സൈഡ് ആളിങ്ങനെ ഷേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്താ ഈ ചെയ്യുന്നത്? അപ്പം എന്താന്ന് വെച്ചാല് ടീച്ചർ ബോർഡിൽ എടുക്കുമ്പോൾ ടീച്ചറിന്റെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യും. ആള് ഒബ്സർവ് ചെയ്ത് എന്താണ്, ടീച്ചർ എഴുതിയതല്ല മൂവ് ചെയ്തത്, ടീച്ചറിന്റെ ബോഡിയിലുണ്ടായ ചേഞ്ച് ആണ് മൂവ് ചെയ്തത്, ഒബ്സർവ് ചെയ്തത്. അതായത് ഈ ഒബ്സർവേഷനിൽ കൂടിയാണ് കുട്ടികളെ അത്. അപ്പൊ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇതെന്റെ മനസ്സിൽ വരും. നമ്മള് ക്ലാസ്സിൽ എന്ത് പറയുന്നു എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് കാണിക്കുന്നു എന്നുള്ളതായിരിക്കും കുട്ടികള് ഒബ്സർവ് ചെയ്യുന്നത്. ഇത് തന്നെ വീട്ടിൽ സംഭവിക്കാം. അമ്മയുടെ ഒക്യുപ്പേഷൻ എന്താണോ അതിനനുസരിച്ച് കുട്ടിക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ഇപ്പൊ തിരക്കുള്ള ഒരു അമ്മയുടെ കുട്ടിയാണെങ്കിൽ ചില കുറേ കാര്യങ്ങൾ അവര് തന്നെ ചെയ്യാനായിട്ട് പഠിക്കും. കാരണം അമ്മയെ കാത്തു നിൽക്കാതെ ഹോംവർക്ക് ചെയ്യാൻ ചിലപ്പോൾ പഠിക്കും. അതേ സമയത്ത് തന്നെ ഇതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ട്. അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലാതെ വരുമ്പോ എന്ത് ചെയ്യും? കുട്ടി ഒന്നെങ്കിൽ സ്ക്രീൻ ടൈം കൂടാം, മൊബൈലോ ടിവിയോ ഒക്കെ കണ്ടിരിക്കാം, അതേപോലെ തന്നെ ഹോംവർക്ക് ചെയ്യാതെ ഇരിക്കാം. അപ്പൊ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകാം. ഈ മെറ്റേണൽ ഒക്യുപ്പേഷന് വേറൊരു പോസിറ്റീവ് സൈഡ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് അമ്മയ്ക്ക് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിള്, കുട്ടിക്ക് കഥകൾ ഒത്തിരി വായിക്കാൻ ഇഷ്ടമാണ്. ഇപ്പോ വീട്ടിൽ മാത്രം ഇരിക്കുന്ന ഒരമ്മയ്ക്ക് കയ്യിൽ അത്രയും പൈസ ഉണ്ടാകണമെന്നില്ല. അപ്പോ അമ്മയ്ക്ക് ഇതിനിഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റിയെന്നില്ല. പക്ഷെ സാമ്പത്തിക ഭദ്രത ഇച്ചിരി ഉയർന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് ഇത് സാധിക്കും. ഇത് പറയുമ്പോൾ ഞാൻ വേറൊരു ഇൻസിഡന്റ് ഓർക്കുന്നത് എന്താ വെച്ചാല്, നമ്മള് ഒരു സിവിൽ സർവീസ് കോച്ചിങ്ങിന്റെ പാവപ്പെട്ട കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ചു. അപ്പൊ നമ്മൾ ഓരോ പേരന്റിനെയും വിളിച്ച് ഇങ്ങനെ സംസാരിച്ച്, നിങ്ങൾക്ക് എത്ര ഫീ പേ ചെയ്യാൻ പറ്റും? കാരണം നമുക്ക് ക്ലാസ് എടുത്തു തരുന്ന ഓർഗനൈസേഷന് പൈസ കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് എത്ര പൈസ വെച്ച് തരാൻ പറ്റും? നമ്മളിങ്ങനെ ഓരോ പേരന്റിനെയും ഇൻഡിവിജ്വൽ ആയി കണ്ട് സംസാരിച്ചു.
അപ്പൊ അതിലൊരു കുട്ടി എനിക്കറിയാം, എന്റെ പേരൻസ് അമ്മ രോഗിയാണ്, അച്ഛന് ചെറിയ ഷോപ്പിൽ പോയി ഒരാളുടെ അണ്ടറിൽ നിന്ന് പണി ചെയ്യുന്നതേ ഉള്ളൂ, പൈസ ഇല്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നമ്മള് ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സോഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടാണ്, എന്നാലും മറ്റുള്ളവരെ പോലെ തന്നെ ഇവരെയും പരിഗണിച്ച് നമ്മൾ ചോദിച്ചു. അപ്പൊ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത്, ഇപ്പൊ ഞാൻ ഇവിടെ അടുത്തൊരു കടയിൽ പോകുന്നുണ്ട്, അപ്പൊ എനിക്ക് അവിടെ നിന്ന് പൈസ കിട്ടും, ആ പൈസ ഞാൻ ഇതിന് തരാം. ഇവിടെ നമ്മൾ കാണുന്നത് അമ്മ ജോലിക്ക് പോയപ്പോൾ കിട്ടിയ ചെറിയ പൈസയാണെങ്കിലും ആ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉയർത്തി. ഇതൊരു പോസിറ്റീവ് സൈഡാണ്. അതേ സമയത്ത് ഈ കുട്ടികളെ രാവിലെ ഒരുക്കി 9 മണിയാകുമ്പോൾ സ്കൂളിൽ വിടുന്ന അമ്മയ്ക്ക് 7:30 വീട്ടിൽ നിന്ന് പോരേണ്ടി വരും. അവിടെ ടൈം, ആ ക്വാളിറ്റി ടൈം ഇവർ തമ്മിൽ ഒന്നിച്ചുണ്ടായിരുന്ന ആ സമയത്തിന് കുറവ് വന്നു. അതായത് ഏത് കാര്യത്തെ പോലെ തന്നെ ഇതിനും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്. ഇനി നമ്മള് ഇങ്ങനെ ഈ രണ്ട് സൈഡുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിനെയൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ചില സ്ട്രാറ്റജികൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ നെഗറ്റീവ് സൈഡ് തന്നെ അതിനെ ഓവർകം ചെയ്ത് പോകാൻ പറ്റും. ഫസ്റ്റ് വൺ പറയുന്നത് ക്വാളിറ്റി ടൈം. നമ്മൾ എപ്പോഴും ഫാമിലിയിലുള്ള ആൾക്കാര് ഒന്നിച്ചിരിക്കാൻ ഒരു ടൈം കണ്ടെത്തണം. ഈ ക്വാളിറ്റി ടൈം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മള് ഒന്ന് ചേർന്നിരുന്ന് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഒരു ക്വാളിറ്റി ടൈം നാൻസി മാമിന്റെ അഭിപ്രായത്തില് ഒരു ക്വാളിറ്റി ടൈമിന് പറ്റിയ സമയം നമുക്കൊരു കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നു ആഫ്റ്റർ ഈവനിങ് എല്ലാവരും വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം മിക്കവാറും ഭക്ഷണം കഴിക്കുന്ന സമയമായിരിക്കും ഒരു ക്വാളിറ്റി ടൈം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് അന്നത്തെ കാര്യങ്ങളൊക്കെ വെരി ഗുഡ്. ഇത് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇവിടെ ഒരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ അമ്മയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ്, ഇത് നടക്കാതെ വരും, ഇല്ലേ? അപ്പൊ നമ്മള് ഡെയിലി നമ്മൾ ചെയ്തില്ലെങ്കിൽ ഒരു വീക്കിലി വൺസെങ്കിലും ഒന്നിച്ചിരുന്ന് നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യുകയും അതായത് ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ക്വാളിറ്റി ടൈം വളരെ വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പൊ എന്റെ വീടിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ 4 പേര് 4 സ്ഥലത്തിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമുക്ക് ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ വീഡിയോ കോളിലൂടെ ഒന്നിച്ചിരുന്നിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മള് ചോദിച്ചറിയുകയാണ്, ഇന്ന് കുട്ടി ആരെയൊക്കെ കണ്ടു. നമ്മളറിയാം ഇപ്പൊ ഈ ചെറിയ കുട്ടികളുടെ ഡെവലപ്മെന്റില് ഈ അഡോളസൻസ് പീരീഡിലൊക്കെ ഇവർ ഒത്തിരി ആൾക്കാരെ പുറത്തു നിന്ന് കാണാറുണ്ട്. അപ്പൊ ഈ അഡോളസൻസ് ഏജിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ടെംപ്റ്റേഷന് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ സ്ഥിരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് കിട്ടും? അവരെ കൂടുതൽ അറിയാൻ നമുക്ക് പറ്റും. ശരിക്കും പറഞ്ഞാല് നമ്മള് ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ആ അമ്മ ചിന്തിക്കുന്ന കാര്യങ്ങള്, അമ്മ കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം കുട്ടിയെ എഫക്ട് ചെയ്യാറുണ്ട്, അല്ലേ? അവരുടെ ഗ്രോത്തിനെ, ഫിസിക്കൽ ഗ്രോത്തിനെയും, അതായത് ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ ആ സമയത്താണ് നടക്കുന്നത്. ഒരു 0 to 6 years വരെയാണ് നടക്കുന്നത് എന്നൊക്കെ പറയും. അപ്പൊ ആ സമയത്തൊക്കെ അമ്മ എന്താണ് ചിന്തിക്കുന്നത്, അമ്മ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ നന്നായിട്ട് എഫക്ട് ചെയ്യും. പക്ഷെ ഈ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് എപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നമാണ്,
ഈ ജോബ് പ്രഷർ ഉണ്ടായിരിക്കും. അതായത് അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലികൾ ഇത്ര സമയത്ത് തീർക്കണം, അതല്ലെങ്കിൽ അവർ ഇത്ര സമയത്ത് അവിടെ എത്തണം, അത് ജോലി കഴിഞ്ഞ് അതായത് ചിലപ്പം ഓൺ വണ്ടികളൊന്നും കാണത്തില്ല, ട്രാഫിക്കും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന പ്രഷർ അത് നമ്മൾ എവിടെ റിലീസ് ചെയ്യും? നമുക്കൊരു ഇന്റേണൽ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ സാധാരണ എന്താ റിലീസ് ചെയ്യുന്നത്? നമ്മൾ ഒരു ബോട്ടിലില് വെള്ളം നിറച്ചു വെച്ചു, അതിനൊരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതുവഴിയായിരിക്കുമല്ലോ ആ പ്രഷർ വെള്ളം വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ഓപ്പൺ ആക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാ? ഓഫീസാണോ വീടാണോ? വീട്. അപ്പൊ നമ്മുടെ പ്രഷർ എവിടെ നമ്മൾ റിലീസ് ചെയ്യും? വീട്ടില്. അപ്പൊ നമ്മള് ഹസ്ബൻഡിന്റെ അടുത്ത് റിലീസ് ചെയ്യോ, അതോ ഹസ്ബൻഡിന്റെ പേരൻസിന്റെ അടുത്ത് റിലീസ് ചെയ്യോ, അതോ മക്കളുടെ അടുത്ത് റിലീസ് ചെയ്യോ? ഫസ്റ്റ് മക്കള് തന്നെയായിരിക്കും പ്രയോറിറ്റി. മക്കള് തന്നെയായിരിക്കും. കാരണം എന്താന്ന് ചോദിച്ചാല് ഇത് റിലീസ് ചെയ്യുമ്പോ ഒരു വീക്ക് പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രഷർ എവിടെ കുറഞ്ഞോ അങ്ങോട്ട് നമ്മൾ കൂടുതൽ റിലീസ് ചെയ്യും. അപ്പൊ ഇത് സഫർ ചെയ്യുന്ന ആൾക്കാരാരാണ്? കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അതായത് ജോബ് പ്രഷർ അത് വലിയൊരു പ്രോബ്ലം തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എൻ്റെ വീട്ടില് നമ്മളിങ്ങനെ 2 മക്കളാണ് എനിക്കുള്ളത്. 2 പേരെയും വളർത്തിയത് ഞാൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. മൂത്ത ആളുണ്ടായപ്പോൾ ആൾക്ക് 3 വയസ്സ് വരെ ഞാൻ ജോലിക്ക് പോയില്ല. ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് 3 വയസ്സ് വരെ കുട്ടിയെ നോക്കി. 3 വയസ്സിന് ശേഷം വീണ്ടും ഞാൻ ടീച്ചിങ് മേഖലയിലേക്ക് കടന്നു. രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോ ഞാൻ ടീച്ചിങ് മേഖലയിലായിരുന്നു, ജോലി മാറ്റി വെച്ചില്ല. അപ്പൊ ഞാൻ കുറച്ച് എക്സ്ട്രാ വർക്കുകളും കൂടെ കൂടുതൽ ചെയ്തു. അപ്പൊ ഇവരെ 2 പേരെയും കമ്പയർ ചെയ്യുമ്പോ ആദ്യത്തെ ആള് നമ്മളോട് കൂടുതൽ ഡിപ്പെൻഡന്റ് ആണ്. ഇതെപ്പോഴും ശരിയാകണോന്ന് എനിക്കറിയില്ല. നമ്മൾ എവിടെ കൂടുതൽ ടൈം കൊടുത്ത് അവരെ പരിപാലിച്ചു, അതായത് അവരെ നമ്മൾ ഗൈഡ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്തു? നമ്മളെ ഡിപ്പെൻഡന്റ് ആയി. ഇത് ചിലപ്പോൾ സംഭവിക്കാറുണ്ട് പേരെന്തെങ്കിലും. പക്ഷെ ഇളയ ആള് ആദ്യം എല്ലാ ചെറിയ പ്രായം തൊട്ട് എല്ലാ കാര്യങ്ങളും തന്നെയാണ് ചെയ്തിരുന്നത്. സെൽഫ് ഡിപ്പെൻഡന്റ്. അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യും, ഒന്നിനും നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. പഠിക്കുന്ന കാര്യമാണേലും എല്ലാം ചെയ്യും. പക്ഷെ ഒരു അഡോളസൻസ് പീരീഡിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവൾ എന്നെ കാണുന്നത്, അതായത് നമ്മുടെ അവരുടെ ഓരോ മൂവ്മെന്റും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ എന്നെ കാണുന്ന ഒരു ശത്രുവായിട്ടാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട് ആ റെസ്പോൺസ് കാണുന്നത്. പക്ഷെ ഞാൻ ഇതിനെ പിന്നെ അനലൈസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി, ആദ്യത്തെ ആളെക്കാളും സെൽഫ് ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ ആളാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ് അവര് പ്രതികരിക്കുന്നത്. പക്ഷെ ഒരു അമ്മ എന്ന നിലയിൽ ചിലപ്പോൾ നമുക്കിത് സഹിച്ചോണമെന്നില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു, അമ്മ എന്ന നിലയിൽ നമ്മളൊരു പരാജയമാണ്. എൻ്റെ ഒരു ഒക്യുപ്പേഷൻ, ടീച്ചർ എന്ന ഒക്യുപ്പേഷൻ ഇവളില് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നിയ ഒരു സംഭവമുണ്ട്. എൻ്റെ ഇളയ മകൾ വേറൊരാളോട് എന്നെ കുറിച്ച് അമ്മ എങ്ങനെയുണ്ട്, അമ്മ സ്ട്രിക്റ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവള് വളരെ പ്രൗഡായിട്ട് അമ്മ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മളെ കുറിച്ച് അത്ര പ്രൗഡായിട്ടാണ് സംസാരിച്ചത്. കാരണം നമ്മുടെ മുന്നിൽ ചിലപ്പം അവര് റെസ്പോണ്ട് ചെയ്യുന്ന രീതി കാണുന്ന നമ്മൾ ഓർക്കും, അയ്യോ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പരാജയമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇവർക്ക് ഇന്റേണലി ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ഫാക്ടറാണ് ഒക്യുപേഷണൽ മദർ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവരുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ഇംപ്രൂവ് ആവുകയാണ്. അമ്മ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെല്ലാം ചെയ്യാം, അമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഇവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അത് തന്നെ അവർ ജീവിതത്തിലും കൊണ്ടുവരും. അവർ ടൈം ഷെഡ്യൂൾ ചെയ്ത് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവൾ പഠിച്ചത് നമ്മൾ ആ ഷെഡ്യൂൾ ചെയ്തത് കണ്ടു പഠിച്ചതാണ്, പറഞ്ഞു കൊടുത്തതല്ല. പക്ഷെ ചില സമയത്ത് നമ്മളിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് കുറച്ചുകൂടെ നന്നാക്കിയിരുന്നു എങ്കിൽ നമ്മൾ തമ്മിലുള്ള ഇന്ററാക്ഷനും കുറച്ചുകൂടെ നന്നായി വന്നേനെ. ഇനി അതേപോലെ തന്നെ ഷെയർഡ് പേരന്റിങ്, ഇതിൽ ഇവിടെ വളരെ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു ക്വാളിറ്റി ടൈം. നമുക്കൊരു ഫാമിലിക്ക് നമ്മുടേതായ നമ്മുടെ ഫാമിലിക്ക് മാത്രമായിട്ടുള്ള ഒരു ടൈം വേണം. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. മൂന്നാമത്തേത് നമുക്കൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കണം, ഫാമിലി റുട്ടീൻ. നമ്മൾ ഇന്ന കാര്യങ്ങൾ ഒരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കി എടുക്കണം. നാലാമത്തേത് പറയുന്നത് ഷെയർഡ് പേരന്റിങ്. ഇത് നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് ഈ ഷെയർഡ് പേരന്റിങ് ഒരു വലിയ പ്രോബ്ലം ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളൊക്കെ ഷെയർഡ് പേരന്റിങ്ങിലേക്ക് വരുന്നുണ്ട്. അതായത് കുട്ടികളെ വളർത്തുക, കുട്ടികൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ അമ്മയുടെ മാത്രം ഉത്തരവാദിത്തം. അതല്ലെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ കുക്കിംഗ് ആണെങ്കിലും അമ്മ മടുത്ത് വന്നാലും അമ്മ ക്ഷീണിച്ചു വന്നാലും ഇതെല്ലാം അമ്മയുടെ ഉത്തരവാദിത്തം. അമ്മ വരുന്നിടം വരെ കഴുകാത്ത പാത്രങ്ങളും തുണികളും എല്ലാം കൂട്ടിയിടുക, അതിനുശേഷം അമ്മ വന്നിട്ട് ഇതെല്ലാം ചെയ്യുക. ആ ഒരു സ്ത്രീയുടെ ഫിസിക്കലായി അല്ലെങ്കിൽ മെന്റലി ഉള്ള വീക്ക്നെസ്, അവരുടെ ടയേർഡ്നെസ് മനസ്സിലാക്കാത്ത ഒരു അവസ്ഥ ചില ഫാമിലികളിലുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ അമ്മ വർക്ക് ചെയ്യാൻ പോകുന്ന, അമ്മയ്ക്ക് ഒരു ഒക്യുപ്പേഷൻ ഉണ്ടെങ്കിൽ, ഒരു ജോബ് ഉണ്ടെങ്കിൽ, ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഷെയർഡ് പേരന്റിങ് രണ്ടുപേരും കൂടെ ആ സ്നേഹം എങ്ങനെ പങ്കിടുന്നു അതേപോലെ തന്നെ ആ വീട്ടിലെ കാര്യങ്ങളും പങ്കിട്ട് ചെയ്താൽ ഇതേപോലെയുള്ള നെഗറ്റീവ് സൈഡിലേക്ക് വരുന്ന ഇമ്പാക്ട്സ് ഒക്കെ നമുക്ക് കുറെ അധികം കുറയ്ക്കാം. അമ്മയ്ക്ക് നോക്കാൻ പറ്റാത്ത സമയത്ത് കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്തിപ്പോ ഹോംവർക്ക് ചെയ്യുന്നു, ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യുന്നു, അമ്മയില്ല, ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ചെറിയ പ്രായത്തിൽ അവന് മനസ്സിലാവുന്നില്ല, അച്ഛന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അമ്മ കുട്ടികളെ നോക്കുന്ന സമയത്ത്, അമ്മ കുട്ടികളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അച്ഛന് വേണമെങ്കിൽ കിച്ചണിലൊന്ന് സഹായിച്ചാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഷെയർഡ് പേരന്റിങ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഞാൻ രണ്ട് എക്സാമ്പിൾസ് പറയാം. ഒരമ്മ ഡോക്ടറാണ്, ഭയങ്കര ബിസി ഷെഡ്യൂളാണ്, നല്ല ഫേമസ് ഡോക്ടറാണ്, കുറെ പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അമ്മ ഈ ഡോക്ടർ തന്റെ ഒഫീഷ്യൽ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം കുട്ടികളുമായിട്ട് ചെലവഴിക്കും. അതായത് അവരുമായിട്ട് കളിക്കും, അവരുടെ വർക്കുകൾ ചെയ്യാൻ സഹായിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ വേറൊരു അമ്മയുണ്ട്, ഹോം മേക്കറാണ്, കിച്ചണിലെ കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം സമയത്തിന് ചെയ്യും. പക്ഷെ കുട്ടികൾ വന്ന് പഠിക്കാനിരിക്കുമ്പോൾ കുട്ടികളോട് പറയും നീ പഠിക്കൂ. അമ്മ ടിവിയുടെ മുന്നിൽ ഇങ്ങനെ സീരിയലും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ആ കൂട്ടുകാരുമായിട്ട് മൊബൈല് ചാറ്റ് ചെയ്യുന്നു, അങ്ങനെ അമ്മ ഇരിക്കും. ഇവിടെ രണ്ടാമത്തെ അമ്മ ഹോം മേക്കറാണ്, ആദ്യത്തെ അമ്മ ഡോക്ടറാണ്, ബിസി ഷെഡ്യൂളാണ്. അങ്ങനെ ഇതിലേത് അമ്മയായിരിക്കും, ഏത് പേരന്റിങ് ആയിരിക്കും നല്ലത്? പക്ഷെ അമ്മയുടെ സ്ട്രെസ് എങ്ങനെ ഉണ്ടാവും? അമ്മ ജോലിയുടെ സ്ട്രെസ് അമ്മയ്ക്കുണ്ടല്ലേ. അത് കഴിഞ്ഞ് അമ്മ കുട്ടികൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാണ്. ആ സമയത്ത് അമ്മയ്ക്കൊന്ന് റിലാക്സ് ചെയ്യാം, ഇല്ലേ? ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയുള്ള പരിപാടിയൊന്നുമല്ല. നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അമ്മ എന്ത് ചെയ്യാണ്? അമ്മയുടെ സമയം കുട്ടികൾക്ക് വേണ്ടി അവിടെ ചെലവഴിക്കുകയാണ്. പക്ഷെ സെക്കൻഡ് കേസിൽ എന്താ സംഭവിച്ചത്? ഫുഡ് ഉണ്ടാക്കി വെച്ചു, തുണികളൊക്കെ കഴുകി വെച്ചു, എല്ലാം തേച്ച് വെച്ചു, എന്നിട്ട് അമ്മ റിലാക്സ് ചെയ്യാണ്. അപ്പൊ കുട്ടി എന്ത് ചെയ്യുമായിരിക്കും? കുട്ടി എന്താണ് കാണുന്നത് അവിടെ? കുട്ടി കാണുന്നത് റിലാക്സ് ചെയ്യുന്ന അമ്മയാണ്. അപ്പം കുട്ടി വിചാരിക്കുന്ന, പല കുട്ടികളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ മടുത്ത് മിസ്സേ, പഠിച്ച് മടുത്ത്, ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ. അപ്പൊ എന്താ വെച്ചാൽ സ്കൂളിൽ നിന്ന് കയറി കഴിയുമ്പോ എല്ലാം അങ്ങോട്ട് എറിയും, എന്നിട്ട് അവർ റിലാക്സ് ചെയ്യാനായിട്ട് പോവുക. അതേ സമയത്ത്
മടുത്ത് ഇതേപോലെ വരുന്ന അമ്മ എല്ലാം അടുക്കി വെച്ച് തന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ വരുമ്പോൾ ആ കുട്ടി എന്ത് മനസ്സിലാക്കുന്നു? ആ കൂട്ടിപ്പിടുത്തത്തിന്റെ ഇമ്പോർട്ടൻസ്, ആ ഫാമിലിയെ കൂട്ടിപ്പിടിക്കുകയാണ് അമ്മയോട് ചെയ്യുന്നത്. ആ കുട്ടിയോട് ചേർന്നിരുന്ന് കുട്ടിക്ക് വേണ്ട ആ ഇഷ്ടം അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കുട്ടി കണ്ടുപഠിക്കും. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യാം? കുട്ടിയുടെ ആ ഇമോഷണൽ ആയിട്ടുള്ള ഗ്രോത്ത് നല്ല രീതിയിൽ തന്നെ അത് ഡെവലപ്പ് ചെയ്തു. അപ്പൊ നമ്മള് ഈ മെറ്റേണൽ ഒക്യുപ്പേഷന് നെഗറ്റീവും പോസിറ്റീവ് സൈഡ്സും ഉണ്ടെങ്കിലും അത് നല്ല രീതിയിൽ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ ആണ്, നമ്മളൊരു വിത്ത് എടുത്തിട്ട് നല്ല പാകമായ വിത്താണ്, അത് നമ്മള് പൊതിഞ്ഞു കെട്ടി സൂക്ഷിച്ചു വെച്ചാൽ അതിൽ നിന്ന് നല്ലൊരു ചെടി വളരില്ല. അതേപോലെ അതിനിഷ്ടംപോലെ സൺലൈറ്റും വാട്ടറും എല്ലാം കൊടുക്കും, പക്ഷെ അതിനെ ഒരു പാറപ്പുറത്ത് വെച്ചാലും വളരില്ല. ഈ സൺലൈറ്റും എയറും ഇതൊന്നുമില്ലാണ്ട് അതിനെ നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണിൽ കുഴിച്ചിട്ടാലും അത് വളരില്ല. ഈ എല്ലാ ഘടകങ്ങളും അവിടെ ഒത്തുചേരണം. നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് അത് ഒരുക്കുന്നത് ഒരു അമ്മയാണ്. അതിന് കൊടുക്കേണ്ട ബാക്കി എല്ലാ ഘടകങ്ങളും ആ കുട്ടിയുടെ വളർച്ചയ്ക്ക്, ആ ചെടിയുടെ വളർച്ചയ്ക്ക് ബാക്കി എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന് വേണം വരാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പേരന്റിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഘടകം മാത്രമാണ്. പക്ഷെ ആ ചെറിയ ഘടകം എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു പ്രധാനപ്പെട്ട സ്ക്രൂ പോലെയാണ്. ആ സ്ക്രൂ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോകും. അപ്പൊ ശരിക്കും കൺട്രോൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കയ്യിൽ തന്നെയാണ്. അമ്മയ്ക്കൊരു ഒക്യുപ്പേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ആ കൺട്രോൾ പോകണം എന്നില്ല. അമ്മ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരമ്മയാകാൻ തയ്യാറെടുക്കുമ്പോൾ മാനസികവും ശാരീരികവുമായിട്ട് ആ വ്യക്തി അതിന് റെഡി ആയിരിക്കണം. തനിക്ക് പിറക്കാൻ പോകുന്ന കുട്ടിയെ സ്വീകരിക്കാൻ നല്ലൊരു സ്വപ്നം അവൾക്കുണ്ടായിരിക്കണം. എന്റെ കുട്ടി ഇങ്ങനെ വളരണം എന്നുള്ള ഒരു സ്വപ്നം അവൾക്കുണ്ടായിരിക്കണം. ആ സ്വപ്നത്തിന് തണല് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ നമ്മൾ ആദ്യം ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞ് അമ്മയുടെ ചൂട് തിരിച്ചറിയും, ഇല്ലേ? അമ്മ എടുക്കുമ്പോൾ ആ കുഞ്ഞിന് ഒരു പ്രത്യേക ഇതിലേക്ക് വരും. എന്തുകൊണ്ടാണ്? അമ്മയും ആ കുഞ്ഞും തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ആ സമയത്ത് നമുക്കറിയാം, നമ്മളിപ്പം സൈക്കോളജിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചിലപ്പോ ഈ കുഞ്ഞിനെ വെറുക്കുന്ന മാനസികാവസ്ഥയിലേക്ക് അമ്മ പോകും, ഇല്ലേ? പക്ഷെ അങ്ങനെ വരുന്ന എന്തുകൊണ്ടാണ്? അങ്ങനെ വരാതിരിക്കാൻ ഒരു പക്വമായിട്ടുള്ള ഒരു മനസ്സ്, ഈ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മനസ്സ് ഒരു അമ്മയ്ക്കുണ്ടായിരിക്കും. ആ അമ്മയിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടി, അമ്മ ഏത് ജോലിക്ക് പോയത് അതൊരു ഘടകമേ അല്ല. അമ്മ ആ മൈൻഡിനെ, അമ്മയുടെ മനസ്സിനെ അമ്മ എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കാര്യം. പല പല പ്രഷറുകൾ, പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷെ അമ്മ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഒരു സ്ത്രീക്ക് നന്നായിട്ട് പറ്റും. കാരണം സ്ത്രീയുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കറിയാം, നമ്മൾ രാവിലെ ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മളെ കുറിച്ചല്ല, നമ്മളെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അയ്യോ, ഹസ്ബൻഡിന് പോണം, ഇന്ന് ഇതുണ്ടാക്കണം, അല്ല കുട്ടിക്ക് പോകണം, ഇന്ന് ഇതുണ്ടാക്കണം. നമ്മള് ഉടനെ ഓടുകയാണ് കിച്ചണിലേക്ക്. കിച്ചണിൽ ചെന്ന് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഇവർക്കെല്ലാം വെച്ച് വിളമ്പി കൊടുക്കും. എപ്പോഴും ഞാൻ സ്ത്രീകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, വെച്ച് വിളമ്പിയാൽ പോരാ, നിങ്ങളും കഴിക്കണം. അതേപോലെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കിച്ചണിലേക്ക് ഓടുവല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ടൊന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തണം. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു പ്രെയർ നമ്മളൊന്ന് പ്രാർത്ഥിക്കുക, കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യുക. നമ്മുടെ മനസ്സ് എല്ലാ പ്രഷറുകളെയും അതിജീവിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി
നമ്മുടെ കിച്ചണിലേക്ക് പോയി അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇവർക്ക് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല വെച്ചു കൊടുക്കേണ്ടത്, അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ വെച്ചു കൊടുത്ത് അത് വിളമ്പി കൊടുത്ത് അതോടൊപ്പം നമ്മുടെ ശരീരവും ആരോഗ്യപൂർണമായിട്ട് നിൽക്കേണ്ടത് ഈ കാര്യങ്ങൾ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അമ്മയ്ക്ക്. അതെല്ലാം ചെയ്യണമെങ്കിൽ നല്ല എനർജി വേണം, അതിന് നല്ല ഫുഡ് കഴിക്കണം. ഇതേ ഫുഡ് തന്നെ, ക്വാളിറ്റി ഫുഡ് തന്നെ നമ്മുടെ മക്കൾക്കും കൊടുക്കണം. അപ്പൊ അമ്മ കഴിക്കുന്നു. ചിലപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടോ, നമ്മള് ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇതെല്ലാം കുഞ്ഞുനാ അരിഞ്ഞ് നമ്മൾ ഫ്രൈഡ് റൈസും അതൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുമ്പോ കുഞ്ഞുങ്ങൾ ഇരുന്നിട്ട് എന്ത് ചെയ്യും? ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റും. ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കും, നമുക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടം? നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളും ഇഷ്ടപ്പെടുന്നത്. അതായത് നമ്മുടെ ഡൈനിങ് ടേബിളില് നമ്മൾ ഒരുക്കുന്ന ഭക്ഷണത്തില് എല്ലാ ന്യൂട്രിയൻസ് ഇവർക്കൊരു കുടുംബത്തിന്റെ ആരോഗ്യപരമായ അന്തരീക്ഷത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ എത്ര തിരക്ക് പിടിച്ച് ഏത് ജോലിക്ക് കൂടിയാലും നമ്മള് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം ആദ്യം പറഞ്ഞു, മനസ്സിനെ നമുക്ക് നമ്മുടെ പരിധിയിൽ കൊണ്ടുവരണം, പിന്നെ നമ്മുടെ ശരീരത്തെ നമ്മുടെ പരിധിക്ക് കൊണ്ടുവരണം, പിന്നെ നമ്മുടെ ഹോബി, നമ്മൾ ജോലിക്കൊക്കെ പോകാം, നമുക്ക് ഈ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാം, പക്ഷെ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സമയവും കൂടി നമ്മൾ കണ്ടെത്തണം. ഇഷ്ടമുള്ള ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് പാട്ട് കേൾക്കുകയോ, ചിലർക്ക് ഇപ്പൊ എല്ലാവരും ഡാൻസ് പഠിക്കാനും ഒക്കെ പോകാറുണ്ട്. എത്ര പ്രായമായാലും അവരുടെ പണ്ട് ഒളിഞ്ഞിരുന്ന ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ നടത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, വരയ്ക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും, ചിലർക്ക് കുക്ക് ചെയ്യുന്നതായിരിക്കും, അപ്പൊ വെറൈറ്റി ഉള്ള ഫുഡുകൾ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മള് എല്ലാവരും ഉറങ്ങിയോ, സമയത്തിന് ഉറങ്ങുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ ഉറക്കവും കൂടെ നന്നായിട്ട് ഉറങ്ങാനും കൂടെ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ മീൻസ് നമ്മളൊരു ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതിനൊക്കെ സമയം കിട്ടും. നന്നായിട്ട് ഉറങ്ങണം, അതായത് നന്നായിട്ട് ഉണരണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, മനസ്സിനെ ശാന്തമാക്കണം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എക്സസൈസ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, എക്സസൈസ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ശരീരം ഇതൊരു മെഷീനാണ്, ഇത് നന്നായിട്ട് വർക്ക് ചെയ്യണം, നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കണം, നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യണം. ഇതിനൊക്കെ നല്ല എക്സസൈസ് ചെയ്യണം. നമ്മൾ ഹെൽത്തി ആയിരിക്കും, മാനസികവും ശാരീരികവുമായിട്ട് നമ്മൾ ഹെൽത്തി ആയിരിക്കണം. അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് അവളുടെ ഒക്യുപ്പേഷൻ ഏതു തന്നെ ആയാലും അവളുടെ കുടുംബത്തെ നല്ല രീതിയിൽ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്, നമുക്കറിയാവുന്നതുപോലെ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ നമുക്ക് നല്ലൊരു മനസ്സുണ്ടാകും. അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് സ്വപ്നം കാണണം, നന്നായിട്ട് പ്ലാൻ ചെയ്യണം നമ്മുടെ ലൈഫിനെ. അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ആ കുഞ്ഞിന്റെ എല്ലാ തരത്തിലുള്ള ഗ്രോത്തിനും ഒരു പേരന്റിങ്, അമ്മ മാത്രമല്ല പേരന്റിങ് ഒരു വലിയ ഘടകമാണ്. പല ഘടകങ്ങളുണ്ട്, അതിലൊന്നാണ് പേരന്റിങ്, അത് നമുക്കറിയാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒക്യുപ്പേഷൻ കണ്ടെത്തുമ്പോൾ, നമ്മൾ എക്കണോമിക്കലി നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും. ഈ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയും. അങ്ങനെ ഒരു പാതയിലേക്ക് അവർ പോകും. അപ്പോ ഇതിന് അമ്മയുടെ ഒക്യുപ്പേഷന് രണ്ട് തരത്തില് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരു കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിലും നമുക്ക് ഇതിനെ എല്ലാം പോസിറ്റീവ് തലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും
എങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരു മച്ചുർ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ശാരീരികാവസ്ഥയും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് കഴിയും. അപ്പൊ നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി, പ്രാക്ടിക്കൽ സ്ട്രാറ്റജി അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും നല്ല ക്വാളിറ്റി ടൈം കൊടുക്കണം. അതേപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ നമ്മളൊന്ന് മോൾഡ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഒരു ചിട്ടയായ ഷെഡ്യൂൾ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഷെയർഡ് പേരന്റിങ്ങിനെ എൻകറേജ് ചെയ്യണം. ഇത് കിച്ചൺ എന്റെ സാമ്രാജ്യം മാത്രമാണ്, ഇവിടെ ആരും കയറരുത്, അങ്ങനെ നിൽക്കാതെ എല്ലാവരെയും അങ്ങോട്ട് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും അവിടുത്തെ ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന സമയങ്ങള് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. സോഷ്യൽ മീഡിയ വളരെ ഇപ്പൊ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും അതിലേക്ക് അഡിക്റ്റ് ആകാതിരിക്കുക. അതായത് സ്ക്രീൻ ടൈം നമ്മൾ കുറയ്ക്കുക, ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപയോഗിക്കുക. അത് ഈ ജോലിയുള്ള അമ്മമാർക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ സ്ക്രീൻ ടൈം നമുക്ക് എന്തായാലും ഇത് നോക്കാതെ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് കുട്ടികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും അത് നെഗറ്റീവ് സൈഡിലേക്ക് യൂസ് ചെയ്യില്ല. നമുക്ക് ഈസി ആയിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇത്രയും സമയം നിങ്ങളോട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എന്റെ ചുരുങ്ങിയ അറിവ് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇനി നിങ്ങളിൽ നിന്ന് സജഷൻസ് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പേരന്റൽ ഒക്യുപ്പേഷൻ, അതായത് ജോലിയുള്ള അമ്മമാർക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ സജഷൻസ് കൊടുക്കാൻ പറ്റും. ഇത് കാരണം എന്റെ അറിവ് വളരെ പരിമിതമാണ്. നിങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഗൈഡ് ചെയ്യാനൊക്കെ പ്രാപ്തരായിട്ടുള്ളവരാണ് ഇവിടെ ഓഡിയൻസ് ആയിട്ടുള്ളത്. അപ്പൊ അവരിൽ നിന്നുള്ള സജഷൻസ് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും പറയാം. താങ്ക് യു രശ്മി മാം. ഈ ഒരു ടൈം ഫീഡ്ബാക്കോ ആഡ് ഓണോ ചെയ്യാൻ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. രശ്മിജി, യെസ് മാം. സർ, സോറി. ഞാൻ ഒരു 50 അതിലും കൂടുതൽ വെബിനാർസ് ഈ ട്രെയിനേഴ്സ് ടോക്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും കേട്ടതിൽ നമ്പർ 1 ഏറ്റവും ബെസ്റ്റ് ഇത് എന്നായിരുന്നു. അതിന് കാരണം പറയാം. വെറുതെ ഞാൻ ഫ്ലാറ്റ് എല്ലാവരും എക്സലന്റ് എന്ന് പറയും, അത് ഇങ്ങനെ പറയത്തില്ല ഞാൻ. അതിന് കാരണം ഞാൻ പറയാം. ഒന്ന്, നിങ്ങളുടെ ഈ ബുക്കിൽ നിന്നുള്ള വായിച്ച് അതേപോലെ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ബുക്ക് വായിക്കാമല്ലോ. പക്ഷേ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴാണ് അതാണ് യുണീക്ക്. ആ സ്പീക്കർ പറയുമ്പോൾ എബൌട്ട് യുവർ ഓൺ ലൈഫിലും ആ 2 പിള്ളേരെ വളർത്തിയ അതിലുള്ള ഇതിൻ്റെ എല്ലാം കൂടെ പറയുമ്പോൾ എന്തുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറഞ്ഞുതരാം. യു ആർ വണ്ടറിങ് എന്തുകൊണ്ടാണ് ആദ്യത്തെ ആള് വേറെ രീതിയിൽ, രണ്ടാമത്തെ ആള് വേറെ രീതിയിൽ ചെയ്യാറ്. ആദ്യത്തെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും എന്താ പറയുക, അൺഡിവൈഡഡ് അറ്റൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. വേറെ കുഞ്ഞില്ല. 100% അറ്റൻഷൻ ആദ്യത്തെ കുഞ്ഞിന് കിട്ടുകയാണ്, ഫുൾ ടൈം. രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ അറ്റൻഷൻ ഡിവൈഡഡ് ആയി. അപ്പോൾ തന്നെ ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. രണ്ടാമത്തെ കുട്ടിക്ക് ആദ്യ കുട്ടി കിട്ടിയ അത്ര ഇത് കിട്ടുന്നില്ല. ആദ്യത്തെ കുട്ടിക്ക് വേണ്ടി ഈവൻ ഒരു 3 കൊല്ലം ജോലിയും വിട്ടിട്ട് അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തു. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അത് തെറ്റാണെന്ന് പറയുന്നില്ല, ഇതും തെറ്റാണെന്ന് പറയുന്നില്ല. ഐ എം ട്രൈങ് ടു ഗിവ് ആൻ എക്സ്പ്ലനേഷൻ എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ. ദെൻ ഈ പാരന്റിങ്ങിന് എടുത്തു കഴിഞ്ഞാൽ ഈ മദർ, അതാണ് മാതാപിതാ ഗുരു ദൈവം പറയുന്നത്. അവിടെ എന്താണ് ആദ്യം വരുന്നത്? പിതാവല്ല, ഗുരുവല്ല, മദറാണ്. അത് നരേന്ദ്രമോദി, ഞാൻ എൻ്റെ മോഡി നട്ട് ഞാൻ നിങ്ങൾ മറ്റേ പറഞ്ഞ ഞാൻ കേട്ടില്ല. ആരുടെ അച്ഛനോ അമ്മയാണ് മജിസ്ട്രേറ്റ് എന്നുള്ളത് ഞാൻ കേട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്കത് ഞാൻ ആരുടെ മദറായിരുന്നു ബെസ്റ്റ് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ മോഡിയോട് പറഞ്ഞത്. വെച്ചാൽ മോഡിയുടെ ഞാൻ പലതും ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാനൊരു മോഡി ഭക്തനൊന്നും അല്ല. ഇവിടുത്തെ ഏറ്റവും കുഴപ്പമെന്ന് വെച്ചാൽ ഒരാളെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഉടനെ അത് രാഷ്ട്രീയമായിട്ട് കണക്ട് ചെയ്യും. ഞാൻ രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോഴാ മോഡിയുടെ അമ്മ മരിക്കുന്നത് 99ാമത്തെ വയസ്സിലാണ്. ആ മോഡിയുടെ അമ്മയെക്കുറിച്ച് തന്നെ മോഡി പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഓൺലൈനിൽ വെരിഫൈ ചെയ്യാം. എൻ്റെ എല്ലാം കിടപ്പുണ്ട്. എൻ്റെ ബിഗ്ഗസ്റ്റ് ടീച്ചർ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞത് അമ്മയാണ്. അമ്മയുടെ അടുത്താണ് പുള്ളിക്കാരൻ എമ്പതി,
ക്ലെൻലിനെസ് ഇപ്പോഴും ഏറ്റവും ഹൈജീന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് മോഡി. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അതേപോലെ പാവപ്പെട്ടവർക്ക് നമുക്കെല്ലാം ഈ ഇരിക്കുന്ന മിക്കവർക്ക് നമുക്കൊന്ന് ഓപ്പണായിട്ട് വെളിയിൽ ചെന്ന് പറമ്പിൽ ചെന്ന് മൂത്രമൊഴിക്കണം. പറമ്പിൽ ചെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് എത്രയും ഇതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. മാനസിക അപ്പം തന്നെ തലയിറങ്ങി വീഴും. ഓപ്പൺ എയറിൽ ചെന്നിട്ട് വെളിക്കിറക്കണം, മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ കോടിക്കണക്കിനുള്ള ആൾക്കാർ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ അത്ര ഇല്ലായിരിക്കാം, നോർത്ത് ഇന്ത്യയിലൊക്കെ. അവർക്ക് വേണ്ടി കക്കൂസ് കെട്ടിക്കൊടുക്കുക, 10 കോടിയിലേറെ കക്കൂസ് കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാർ മിക്കവരും ആലോചിക്കുന്നില്ല. അതിന് അതിൽ കൂടെ ഉള്ള ക്ലെൻലിനെസ്സും. അപ്പം അതെല്ലാം മദറിൻ്റെ ആ റോളാണ്. ഇനി ഞാൻ അധികം സമയം എടുക്കുന്നില്ല, 1 മിനിറ്റിൽ ഞാൻ എന്ന് പറയാം. മൈ ഓൺ എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മദർ ഹോം മേക്കറായിരുന്നു. വെറും 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളായിരുന്നു. ഞങ്ങൾ 3 പിള്ളേരാണ് അമ്മയ്ക്ക്. ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഞാൻ അന്ന് MBBS പഠിക്കുമ്പോഴും അതിന് മുൻപായാലും ശരി, വൈകുന്നേരം ഡിന്നർ സെർവ് ചെയ്യുമ്പോൾ അമ്മ അവിടെ തന്നെ വന്ന് ഇരിക്കും. ഞാൻ കഴിച്ച് തീരുന്നവരെ ഡിന്നർ ടേബിളിൽ ഇരിക്കും. കുറേ കാര്യങ്ങൾ പറയും. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ പറയുന്നത് 2 ഫീഡിങ് ആണ്. വയറിന് ഫുഡ്, മൈൻഡിന് അമ്മയുടെ ഇത് കാര്യമാണ്. സെയിം ടൈം ഷി വാസ് ഫീഡിങ് മൈ മൈൻഡ് ഓൾസോ. പരദൂഷണം അമ്മ പറയാറില്ല. അമ്മ അത് പറയുന്ന പരദൂഷണമല്ല. പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചില മെസ്സേജസും അമ്മയുടെ ആ ഇതൊക്കെയാണ്. അതിന് അമ്മയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്സർവേഷനാണ് ഏറ്റവും നമ്മൾ കോൺഷ്യസ് അല്ല. നമ്മൾ ഫ്രം ഒബ്സർവേഷൻ എന്നാണ് ഞാൻ ഈ കൈൻഡ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺസെൽഫിഷ്നെസ്, ഈ 3 ക്വാളിറ്റിയും എനിക്ക് ഉണ്ടെന്നുള്ളത് ഒരുപാട് പേര് എനിക്കിവിടെ അമേരിക്കയിൽ തന്നെ ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് രോഗികൾ തന്നെ റിട്ടേൺ ആയിട്ട് കോംപ്ലിമെന്റ് കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ കോംപ്ലിമെന്റ് എന്നെ കുറിച്ച്. ഞാൻ എത്ര ഇതാണെന്ന് വെരി ഗുഡ് ലിസണർ. ആ ലിസണിങ് തന്നെ എമ്പതി കിട്ടുകയാണ് അവർക്ക്. ഒരു കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ലിസൺ ചെയ്യും. അതവർക്ക് എത്ര തൃപ്തി കിട്ടുമെന്ന് പറയാം, സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് ഗോയിങ് ഔട്ട് ഓഫ് ദി വേ അവർ പറയും, ഡോക്ടർ ഇറ്റ് വെന്റ് ഔട്ട് ഓഫ് ദി വേ. ഇതാണ് അവർക്ക് അക്യൂട്ട്. ഇതാണെന്ന് വെച്ചാൽ ഞാൻ തന്നെ അവർ വീൽ ചെയറിൽ ഇരിക്കുകയാണെന്ന് വെച്ചാൽ തള്ളിക്കൊണ്ട് ചെന്ന് നേരെ കാഷ്വാലിറ്റി കൊണ്ടുപോകും. ഞാൻ തന്നെ വെയിറ്റ് ചെയ്യത്തില്ല, ഡിലേ വരരുത്. അപ്പൊ അങ്ങനെ ഈ ഇതെല്ലാം വന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ്. അമ്മ ഓൾവേസ് വെരി എമ്പതിക്ക് ആൻഡ് വെരി ഗ്രാറ്റിറ്റ്യൂഡ്. ആരെങ്കിലും വല്ല സഹായം ചെയ്യുന്നെങ്കിൽ അത് 10 പേരത്ത് അവർ ചെയ്ത സഹായം പറയും. ദ എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അൺസെൽഫിഷ്, ഓൾവേസ് പുട്ടിങ് ദി പ്രയോറിറ്റി ഓഫ് ഫാമിലി ബിഫോർ ഹെയർ ഓൺ ദിസ് വൺ. പിന്നെ ഇന്ന് നേരത്തെ രശ്മിജി നിങ്ങൾ പറഞ്ഞ വേറൊരു ഫാക്ടർ ഇതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഈ TV വന്നതോടുകൂടി ഈ നല്ലൊരു ശതമാനം അമ്മമാരും ആ സീരിയൽ അഡിക്റ്റായി. ആ പിള്ളേർ വരുമ്പോൾ they are not there to pay attention to their emotional needs. ഇത്രയും പറഞ്ഞിട്ട് ഒന്നും കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പറയാണ്. യുവർ ടോക്ക് വാസ് വളരെ വളരെ വണ്ടർഫുൾ. ആൻഡ് ഇനിയും നിങ്ങൾ ഈ പ്രൊഫഷൻ, യു ഹാവ് ചോസൻ ദി റൈറ്റ് പ്രൊഫഷൻ. ആസ് എ സൈക്കോളജിസ്റ്റ് or കൗൺസിലിംഗ്, എല്ലാത്തിലും you will be able to do a lot. നല്ല സർവീസ് കിട്ടും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. ഈ ടോപ്പിക് സെലക്ഷനും നല്ലതായിരുന്നു. ഇമ്പാക്ട് ഓഫ് മെറ്റേണൽ ഓക്യുപ്പേഷൻ ഓൺ ചൈൽഡ് ഗ്രോത്ത്. ഇപ്പോഴത്തെ കാലത്ത് ഈ 21st സെഞ്ച്വറിയിൽ എല്ലാ യങ്സ്റ്റേഴ്സും വർക്കിംഗ് ആണ്. പഴയതുപോലെയല്ല, എല്ലാ ലേഡീസും വർക്കിംഗ് ആണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. because mother is the pivot around which the family rotates. അപ്പൊ മദർ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ മദർ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കണം. ഇപ്പൊ കുട്ടികളൊക്കെ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാല് പുറത്താണ് പഠിക്കുന്നത്, പുറത്തു പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ അവർ വീട്ടിലില്ല, ഹോസ്റ്റലിലില്ല. ഇതൊക്കെ ഒരു മദറിന്റെ കടമയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കോർഡിനേഷൻ എമംഗ് ദ സിബ്ലിങ്സ്. ഫാദറിനൊന്നും അത് അത്ര താല്പര്യമില്ലാത്തത് പോലെയാണ് ഞാൻ പല ഫാമിലികളിലും കണ്ടിരിക്കുന്നത്. മദറാണ് അതിന്റെ ആള്.
കോർഡിനേഷൻ എമംഗ് ദ സിബ്ലിങ്സ്, അവരെ അടുപ്പിക്കലും അവരുമായിട്ട് സംസാരിക്കുന്നതും അവരുടെ വീട്ടുകാര്യങ്ങൾ ധരിപ്പിക്കുന്നതും. അപ്പൊ എല്ലാം ആക്ച്വലി മദറിന് കുറേയേറെ ജോലികളുണ്ട് ഒരു വീട്ടില്, ഒരു അമ്മയ്ക്ക്. അപ്പൊ ഒരു ഒക്യുപ്പേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മദറ് ശരിക്കും സെൽഫ് കെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അതൊക്കെ രശ്മി മാം നന്നായിട്ട് പറഞ്ഞു. വളരെ നന്നായിരുന്നു കേട്ടോ, വളരെ നല്ലൊരു സെഷനാണ്. വേണു സാറ് പറഞ്ഞതുപോലെ ഇങ്ങനത്തെ സെഷൻസ് ഒക്കെയാണ് നമുക്ക് ആക്ച്വലി ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ മാമിന് ഇൻട്രോ പറഞ്ഞ പ്രീത ശശി മാമും നന്നായിട്ട് പറഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിരുന്നു. നന്നായി, താങ്ക് യു. രശ്മി മാം, ഹേമലത. ഒരുപാട് നല്ല ഒരു ടോപ്പിക്, നല്ലൊരു സെഷൻ, വളരെ നന്നായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അവനവന്റെ അനുഭവം, ഇത് നമ്മളെല്ലാവരും അനുഭവിച്ചിരുന്നതാണ്. ജോലി ചെയ്തുകൊണ്ട് അമ്മമാരായി വീട്ടിലെ കാര്യം കുട്ടികളുടെ കാര്യമൊക്കെ കൂടെ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു അന്ന് വന്നത്. അപ്പൊ നമുക്ക് അത്രയധികം ഫുൾ അറ്റൻഷൻ കൊടുത്ത് നോക്കാൻ പറ്റിയോന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. കാര്യം ഒരുപാട് സ്ട്രെസ് ആയിരുന്നു. സിംഗിൾ മദറും പിന്നെ ജോലിയും, പോർഷൻ തീർക്കാൻ പത്തിലൊക്കെ ഫിസിക്സ് 12 ഡിവിഷനിൽ 8, 9, 10 ക്ലാസ്സുകൾ. അപ്പൊ ഇതെല്ലാം കൂടെ പരീക്ഷ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ മാക്സിമം ശ്രമിക്കുകയും പിന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങേയറ്റം. ഇപ്പോഴും നമ്മൾ ചെയ്യാവുന്നത്ര ചെയ്തു എന്നൊരു ബോധ്യം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, പറയേണ്ടതാണ്. നമ്മൾ ഈ പറയുന്ന ഒരുപാട് വീടുകളിലെ പലതരം വിഷയങ്ങളാണല്ലോ, പല ഫാമിലി പ്രോബ്ലംസും, അച്ഛന്മാരുടെ ചിലരുടെ പല രീതികൾ, ചില അമ്മമാരും ഒക്കെ. അപ്പോ ഇതെല്ലാം കൂടെ ഒത്തുപോകാനുള്ള ഒരു അറിവ് കിട്ടണമെങ്കിൽ ഇതുപോലെയെല്ലാം കുറെ ക്ലാസ്സുകൾ നമ്മൾ ഇറങ്ങി എടുക്കേണ്ട ഒക്കെ ഒരവസ്ഥകളുണ്ട്. അപ്പം പരമാവധി തീർച്ചയായിട്ടും രശ്മി മാമിന് അതിനെല്ലാം കഴിയും, നല്ല കഴിവുണ്ട്. വളരെ പക്വതയോടെ അമ്മമാരിരുന്ന് പറയുന്ന പോലെ ഇരുന്ന് പറയാനും വളരെ സ്ലോയില് തിരക്കൊന്നും ഇല്ലാതെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. നന്നായി എടുത്തു, കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും കീപ് ഇറ്റ് അപ്പ്. എനിക്ക് തോന്നുന്നു പിന്നെ വിംബിൾ അക്കാഡമി തരുന്ന സർട്ടിഫിക്കറ്റിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് വേണു സാർ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സെഷനിൽ ഏറ്റവും നല്ലതാണെന്ന് പറയാൻ സാറിന്റെ വായിന്ന് അങ്ങനെ വന്നല്ലോ. താങ്ക് യു. എന്തായാലും അഭിനന്ദനങ്ങൾ ഏട്ടാ. യെസ് രശ്മി മാം, പാരന്റിങ്ങിനെ കുറിച്ച് പല സെഷൻസും വരാറുണ്ടെങ്കിലും ഈ ഒരു ആംഗിളിലൂടെയുള്ള ഒരു പാരന്റിങ് സെഷൻ ഇത് ആദ്യമായിട്ടാണ്. വളരെ മനോഹരമായി തന്നെ നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുന്നത് പോലെ അല്ലേ, എപ്പോഴും നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നതാണ് എപ്പോഴും ട്രെയിനറിന് ഓഡിയൻസിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള വഴി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ പറഞ്ഞ കാര്യം വളരെ കറക്റ്റായിട്ട് തന്നെ അത് ഉൾക്കൊള്ളുകയും സെഷനിൽ അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ മനോഹരമായി എടുക്കാൻ സാധിച്ചു. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ഇതുപോലെ തന്നെ മനോഹരമായി ഇനിയും സെഷൻസ് എടുക്കാൻ സാധിക്കട്ടെ. മാമിന് ഇൻട്രോ തന്ന പ്രീത മാമിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മളെ കേട്ടിരുന്ന ഓഡിയൻസിന് ഒരുപാട് നന്ദി. നമ്മൾ മറ്റൊരു ട്രെയിനറുമായി വെള്ളിയാഴ്ച വീണ്ടും ഒരു സെഷനിൽ കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.